വാടക ഇത്തിരി കൂടുതലാണ് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യമല്ലേ. വാടക ഒരു ഇത്തിരി കൂടിയാലും ഇതൊന്നും പറയണ്ട കേട്ടോ, നമ്മുടെ അത്യാവശ്യ കാര്യം. സുണചേട്ടാ, സുണചേട്ടാ, ആളുണ്ട് ഇങ്ങനെ മാറി. അല്ല അജി, വാടക കുറച്ച് ചോദിക്കുക, കിട്ടിയില്ലെങ്കിൽ തുറക്കൂല. നല്ല വിശേഷം. ഞങ്ങള് വന്നതേ ചേട്ടനെ മറ്റേ പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ വാടക കൊടുക്കാനാണ് വീടില്ലേ, സരോവരം. അപ്പൊ അതിനൊരാളായിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വന്ന. ഇതല്ല, നമ്മുടെ ചെല്ലപ്പനാശാരിയുടെ മോനില്ലേ, വാസൂട്ടി ആശാരി. ആ കുട്ടി എനിക്കറിയാം. ആ കുട്ടി ഇവിടെ പഠിച്ചു വന്നിട്ടുണ്ട്. നല്ല കുട്ടിയാണത്. അപ്പേ ഒരു പ്രശ്നമുള്ളത്, നമുക്ക് ഇന്ന് തന്നെ വേണോ? അത് ഒരു എന്ത് പ്രശ്നമാണ്? അല്ല, അവനെ ഇന്ന് തന്നെ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറണോ? അപ്പൊ ഇന്ന് തന്നെ ഒന്ന് കേറാൻ പറ്റിയാല്. അതിന്റെ ഒരു ടെൻഷനിലാണ് നിന്നായിരുന്നു. അഡ്വാൻസിന്റെ വാടകയുടെ കാര്യമൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ, അപ്പൊ ഇന്ന് തന്നെ താമസിക്കാലോ അല്ലേ? പിന്നെ വേറെ ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? വൃത്തിയാക്കിയിട്ടില്ല. അല്ല, അത് കുഴപ്പമില്ല, അത് ഞങ്ങൾ ചെയ്തോളൂ. അപ്പൊ ആ താക്കോല് കിട്ടിയാല്. ഒരു നിമിഷം, ഞാൻ എന്റെ വൈഫിനെ ഒന്ന് വിളിച്ചോട്ടെ. ആളെ പരിചയമുള്ള കാരണം പണി എളുപ്പമായി. ഞാൻ പറഞ്ഞ തട്ടൂല. അതങ്ങോട്ട് കഴിഞ്ഞു. നല്ല വീടാണ്. പുഷ്പേ, നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന വീടില്ലേ, സരോവരം, ആ വീട് വാടകയ്ക്ക് താമസിക്കാൻ ഒരു പാർട്ടി വന്നിരിക്കുക. നമ്മുടെ ചെല്ലപ്പനാശാരിയുടെ മോനില്ലേ, വാസൂട്ടി, ആ കുട്ടി തന്നെ. എന്താ, കൊടുക്കട്ടെ? ഞാൻ അവരോട് പറയാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? പുഷ്പയ്ക്ക് താല്പര്യമില്ല. വാസൂട്ടിയല്ലേ താമസിക്കുന്ന വാസൂട്ടിയാണ്, പക്ഷെ പുഷ്പ എന്റെ ഭാര്യയാണ്. എന്റെ പൊന്നാര സാറേ, ആകെ ഇടങ്ങറായിട്ട് നടക്കുകയാണ് ഞങ്ങൾ ഒരുവിധപ്പെട്ട സ്ഥലത്തൊക്കെ അന്വേഷിച്ച്. വാസൂട്ടിനൊപ്പം ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല്, ഓന്റെ വീട് ഇങ്ങനെ ചെറുതായിട്ടൊന്നൊരു ജപ്തിയുടെ ഒരു അവസ്ഥയിലേക്ക് വന്നേ. അപ്പൊ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു ഇടങ്ങറിലാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങൾ ശരിയാക്കി തരണം. അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾ. അതുകൊണ്ടാണ് സംഗതി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പുഷ്പ സമ്മതിക്കണ്ടേ? പുഷ്പയ്ക്ക് ഒട്ടും താല്പര്യമില്ല.